വാർത്തകൾ തുടരുന്നു. ജമ്മു കശ്മീരിലെ റംബാനിലും റിയാസിയിലും ഉണ്ടായ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും 11 പേർ മരിച്ചു. റംബാനിൽ കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കേന്ദ്രമന്ത്രി അമിത്ഷാ നാളെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. ഉത്തരേന്ത്യയിലാകെ കനത്ത മഴ തുടരുകയാണ്. തുടർച്ചയായ മേഘവിസ്ഫോടനങ്ങളും മിന്നൽ പ്രളയങ്ങളും ജമ്മു കാശ്മീരിനെ പിടിച്ചുലയ്ക്കുകയാണ്. റംബാൻ ജില്ലയിലെ രാജ്ഗഡ് മേഖലയിലാണ് പുലർച്ചെ 12:30-യോടെ മേഘവിസ്ഫോടനമുണ്ടായത്. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഒരു സ്കൂൾ തകരുകയും ചെയ്തു. റോഡുകൾ ഒലിച്ചുപോയതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. റിയാസി ജില്ലയിലെ മഹൂർ മേഖലയിലെ ബദർ ഗ്രാമത്തിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമുണ്ടായി. പ്രദേശവാസികളെ ഒഴിപ്പിക്കാനുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രാ നിരോധനം തുടരുകയാണ്. നാളെ കേന്ദ്രമന്ത്രി അമിത്ഷാ ജമ്മു കശ്മീരിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും. പഞ്ചാബിൽ അമൃത്സർ, പത്താൻകോട്ട് ജില്ലകൾ ഉൾപ്പെടെ 8 ജില്ലകളും ഉത്തർപ്രദേശിലെ 18 ജില്ലകളും വെള്ളപ്പൊക്ക ബാധിതമാണ്. വാരണാസിയിൽ മഴക്കെടുതിയിൽ ഇതുവരെ 700-ലേറെ വീടുകൾ തകർന്നു. 84 ഘട്ടുകളും വെള്ളത്തിനടിയിലായി. ഉത്തരാഖണ്ഡിൽ ഡെറാഡൂൺ, ഉത്തരകാശി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയിലെ ലാത്തൂരിലും നന്ദേഡിലും 50 റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയത് ഗതാഗതം താറുമാറാക്കി. മുംബൈ നഗരത്തിലും മഴയെ തുടർന്ന് നിരവധി താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. ഒഡീഷയിൽ 100 കണക്കിന് ഗ്രാമങ്ങൾ വെള്ളപ്പൊക്ക ബാധിതമാണ്. ഉത്തരേന്ത്യൻ നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിക്കുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. സത്ലജ്, ബിയാസ്, രവി നദികളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. യമുനയിലും ഗംഗയിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.